സൗദിയിൽ വിസ കാലാവധിക്ക് ശേഷം തങ്ങുന്നവർക്കെതിരെ ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെ കർശന നടപടികളുമായി മന്ത്രാലയം. ഉംറ കമ്പനികൾക്ക് കനത്ത പിഴ ഈടാക്കി തുടങ്ങിയതോടെ കമ്പനികൾ അധികമായി തങ്ങുന്നവർക്കെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ഇളവുകളൊന്നും അധികൃതർ പ്രഖ്യാപിച്ചിട്ടില്ല. UAE, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ വിസ ഇളവ് മനസ്സിലാക്കിയാണ് പലരും രാജ്യത്ത് തങ്ങുന്നത്. വിവിധ വിസിറ്റിംഗ് വിസകളിലും ഉംറ വിസയിലും എത്തി കാലാവധി കഴിഞ്ഞ് മടങ്ങാത്ത തീർത്ഥാടകർക്കാണ് ഇത്തരത്തിൽ പ്രയാസങ്ങൾ നേരിടുക. 3 ദിവസം ഉംറ കമ്പനികൾക്ക് ടൈം കൊടുക്കും. പാസഞ്ചറെ കോൺടാക്ട് ചെയ്ത് എക്സിറ്റ് ആവാൻ പറയാണ്. അത് എക്സിറ്റ് ആവണില്ലെങ്കിൽ ഉംറ കമ്പനിയുടെ മുന്നിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇവരെ എസ്കേപ്പ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 4ാമത്തെ ദിവസം നമുക്കത് ചെയ്യാൻ കഴിയില്ല ഉംറ കമ്പനിക്ക്. അപ്പോൾ അതിനൊരു ഫൈൻ ഉണ്ട് 25,000 റിയാൽ. ഇതാരടക്കണം? ഉംറ കമ്പനി അടക്കണം. അപ്പോൾ ഉംറ കമ്പനിൻ്റെ മുന്നിൽ വേറെ സൊല്യൂഷനൊന്നുമില്ല. 93 ഡേയ്സ് ആകുമ്പോൾ അതിനെ എസ്കേപ്പ് റിപ്പോർട്ട് ചെയ്യും. പിന്നീട് നാട്ടിലെത്തണമെങ്കിൽ ഡീപ്പോർട്ടേഷൻ സെന്റർ വഴിയാണ് മടങ്ങേണ്ടി വരിക. ഫിംഗർ നൽകി മടങ്ങുന്നവർക്ക് പിന്നീട് രാജ്യത്തേക്ക് തിരിച്ചെത്താൻ കഴിയാതെ വരും. വ്യക്തികളുടെ കീഴിൽ വന്ന ഉംറ വിസക്കാർ അധികമായി സൗദിയിൽ തങ്ങിയാൽ നടപടി ഉണ്ടാവുക വ്യക്തികൾക്കാണ്. ഇക്കാര്യം ഉംറ മേഖലയിലുള്ളവരും മുന്നറിയിപ്പ് നൽകുന്നു. സ്വാഭാവികമായിട്ട് ഹോസ്റ്റ് അവർ ചെയ്യണമെന്തിനാ വെച്ചാൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കാണും. പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഹോസ്റ്റ് അങ്ങനെ ആരെങ്കിലും കേസിൽ എസ്കേപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അവരെ അബ്ഷീറോ അവരെ തവക്കലിനെയോ തുറന്നു നോക്കിയാലാണ് അതിനെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. ഏതാനും വിമാനങ്ങൾ റദ്ദാകുന്നതൊഴിച്ചാൽ നിലവിൽ രാജ്യത്തു നിന്നുള്ള വിമാന സർവീസിനെ യുദ്ധം കാര്യമായി ബാധിച്ചിട്ടില്ല. ജിദ്ദയിൽ നിന്ന് കേരളത്തിലേക്കുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും സർവീസുകൾ തുടരുന്നുണ്ട്. റദ്ദായ വിമാനങ്ങളുടെ ടിക്കറ്റുകൾ മറ്റു ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളും വിമാന കമ്പനികൾ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആകാശ എയർ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ പുതിയ സർവീസുകളും പ്രഖ്യാപിച്ചു. മീഡിയ 1, ജിദ്ദ.